ഓക്കെ ഗേസ്, ഇവിടെ ഞാനിപ്പോൾ ജുറാസിക് പാർക്കിലേക്ക് വന്നേക്കാണ് കേട്ടാ. അത് വേറൊന്നല്ല, ഈ ജുറാസിക് പാർക്കിന്റെ അകത്തെ ഒരു പ്രേതം താമസിക്കുന്നുണ്ട്. അതെ ഗൈസ്, നമ്മുടെ സിറ്റിയിലെ ഒരു പ്രേതം വന്നേക്കാ. ആ പ്രേതം ഈ ജുറാസിക് പാർക്കിന്റെ അകത്ത് താമസിക്കുന്നുണ്ട്. ആ പ്രേതം പിന്നെ വെറും കൈയോടല്ല വന്നേ, അതൊരു ബൈക്കായിട്ടാണ് വന്നേക്കണത്. അത് പക്ഷെ സാധാരണ ബൈക്കല്ല. ആ ബൈക്കിൽ എന്തോ സ്പെഷ്യലായ ഫീച്ചർ ഉണ്ട്. ആ ഫീച്ചർ എന്താന്ന് എനിക്കറിയില്ല, അതെനിക്ക് നോക്കി നോക്കണമെന്നുണ്ട്. ഞാനപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവാ. രാത്രി ആവട്ടെ, രാത്രി ആകുമ്പോൾ നമുക്കേ ആ ബൈക്ക് അങ്ങ് അടിച്ചു മാറ്റാം. സംഭവം ഇച്ചിരി റിസ്ക് ഉള്ള പണിയാണ്, കാരണം നമ്മളെ പ്രേതത്തിൻ്റെ ബൈക്ക് അടിച്ചു മാറ്റാൻ പോണേ. എന്നാലും കുഴപ്പമില്ല, എനിക്ക് പിന്നെ പ്രേതത്തിനെ പേടിയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോയിട്ട് ആ ബൈക്ക് അങ്ങ് അടിച്ചു മാറ്റാം. ഇതിപ്പോൾ വലിയ വിഷയങ്ങളൊക്കെ ആയിരുന്നില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, രാത്രിയാണ് അവരെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് പോയിട്ട് ആ ബൈക്ക് അങ്ങ് അടിച്ചു മാറ്റാം. ഓക്കെ ഗൈസ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഞാനിവിടെ പുതിയ ബൈക്കൊക്കെ മേടിച്ചു. ഇത് ഏതാ ബൈക്കെന്ന് കുറെ പേർക്ക് മനസ്സിലായിണ്ടോ? ഇതാ മറ്റേ ഗോസ്റ്റ് റൈഡർ ബൈക്കാ. ഇത് പിന്നെ നൈസ് ബൈക്കാണ് കേട്ടോ, ഒരു രക്ഷയുമില്ല. ഈ ബൈക്കിൽ പിന്നെ ഒരു സ്പെഷ്യലായ ഫീച്ചർ ഉണ്ട്. അതെന്താന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഇപ്പം മുമ്പില് ഒരു കാറുണ്ട്. നമുക്ക് ഈ കാറുമ്മ കൊണ്ട് ഇടിക്കാം. ഇതേ കണ്ടില്ലേ, ആ കാറ് പൊട്ടിത്തെറിച്ചു. നമ്മളപ്പോൾ ഏത് വണ്ടിയുമ്പോ കൊണ്ട് ഇടിക്കുകയാണെങ്കിലും ആ വണ്ടി പൊട്ടിത്തെറിക്കും. അതാണ് ഈ ബൈക്കിന്റെ ഫീച്ചർ. ഇവിടെ മുമ്പില് വേറൊരു കാറുണ്ട്. അയ്യോ, നൈസായിട്ട് തലയിടിച്ച് വീണു. സീനില്ല, എനിക്കും ഒന്നും പറ്റിയില്ല, വണ്ടിക്കും ഒന്നും പറ്റിയില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമുക്ക് പിന്നെ വണ്ടിമേ ഇടിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. ജസ്റ്റ് ടച്ച് ചെയ്താലും മതി, അപ്പോഴും ആ വണ്ടി പൊട്ടിത്തെറിക്കും. ഇതിപ്പോൾ വണ്ടികൾ മാത്രമല്ല കേട്ടാ, ആൾക്കാരുടെ മേത്തും ഇതേപോലെ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരാൾ നടക്കുന്നുണ്ട്, നമുക്ക് നൈസായിട്ട് അയാളെ ഇങ്ങ് ടച്ച് ചെയ്യാം. ഇതേ കണ്ടില്ലേ, ഇയാളിതേ കത്തിക്കരിഞ്ഞു. എന്തുട്ടായാലും ഇത് നൈസ് ബൈക്കാണ് കേട്ടാ, ഒരു രക്ഷയില്ല. നമ്മുടെ സിറ്റിയിലെ എൻ്റെ കയ്യിൽ മാത്രമേ ഈ ബൈക്കുള്ളൂ, വേറെ ഒരാളുടെ കയ്യിലും ഈ ബൈക്കില്ല. കാരണം ഇത് ഭയങ്കര റെയറായ ബൈക്കാ. അതിപ്പോൾ ഞാനാണ് സ്വന്താക്കിയത്. എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി അധികം നേരം ഇവിടെ നിൽക്കണ്ട, നേരെ വീട്ടിലേക്ക് പോവാം. എൻ്റെ വീട് പിന്നെ വരുന്നത് ജുറാസിക് പാർക്കിൻ്റെ അകത്താ. നമുക്കപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. 6 hours later. ഓക്കെ ഗേസ്, ഇവിടെ ഇങ്ങനെ രാത്രി ആയിക്കാണ് കേട്ടാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആ വണ്ടി ഇങ്ങനെ നൈസായിട്ട് അടിച്ചു മാറ്റാം. ഞാൻ പിന്നെ എൻ്റെ സ്വന്തം വണ്ടി എടുത്തുകൊണ്ട് പോണില്ല. സ്വന്തം വണ്ടി എടുത്താലേ ശരിയാവില്ല. ഒന്നാമത്തെ കാര്യം, എൻ്റെ വണ്ടികൾ ഭയങ്കര എക്സ്പെൻസീവാ. ഹയബൂസയും പിന്നെ ഡിഫൻഡറും രണ്ടിനും അത്യാവശ്യം റേറ്റ് ഉണ്ട്. നമുക്കപ്പോൾ വേറെ വല്ലവരുടെ വണ്ടി അടിച്ചു മാറ്റാം. ഇവിടെ ഒരു ബുഗാട്ടി ഉണ്ട്, നമുക്ക് ഈ ബുഗാട്ടി ഇങ്ങ് അടിച്ചു മാറ്റാം. ഇറങ്ങണ വണ്ടിന്ന്, ഇനി മുതൽ ഈ വണ്ടി എൻ്റെ സ്വന്തമാണ്. നമുക്കപ്പോൾ ഈ വണ്ടി എടുത്തുകൊണ്ട് പോവാം. പിന്നെ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അത് മാത്രമല്ല, ചാനൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ ആ വണ്ടി അടിച്ചു മാറ്റാൻ പറ്റുമോയെന്ന് നോക്കി നോക്കാം. ഓക്കെ ഗേസ്, ഇവിടെ ഇപ്പോൾ നമ്മൾ ജുറാസിക് പാർക്കിലേക്ക് വന്നേക്കാണ് കേട്ടാ. നമുക്കപ്പോൾ ആ വീട് എവിടെയെന്ന് പോയിട്ട് കണ്ടുപിടിക്കാം. ഈ ജുറാസിക് പാർക്കിൻ്റെ അകത്തെ ഒരു വീടുണ്ട്. ആ വീടിൻ്റെ അകത്ത് ആ പ്രേതം താമസിക്കണേ. സാധാരണ ഇതിൻ്റെ അകത്ത് വീടുകൾ ഉണ്ടാവാറില്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പുതിയ വീട് വന്നു. ആ വീട് എവിടെയാണെന്ന് നമുക്ക് പോയിട്ട് കണ്ടുപിടിക്കണം, എന്നാലേ ആ വണ്ടി അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ. എന്നാലും ആ വീട് എവിടെയാ? എനിക്ക് ഈ ഭാഗത്ത് വീടൊന്നും കാണാനില്ല. എന്നാലും നമുക്ക് നോക്കി നോക്കാം, സമയമുണ്ട്. A few moments later. ഓക്കെ ഗേസ്, എനിക്കവിടെ ഒരു വീടൊക്കെ കാണാൻ കേട്ടാ. ഇനിയിപ്പോൾ അതാവോ ആ പ്രേതത്തിൻ്റെ വീട്? എനിക്ക് സംശയമുണ്ട്. ആ വീടിൻ്റെ അകത്തെ ലൈറ്റൊക്കെ കത്തുണ്ട്, അതിൻ്റെ അർത്ഥം ആ പ്രേതം ആ വീടിൻ്റെ അകത്തുണ്ട്. നമുക്കപ്പോൾ നോക്കിയും കണ്ട് വേണം ആ ബൈക്ക് അടിച്ചു മാറ്റാനായിട്ട്. അവിടെ പിന്നെ തീയൊക്കെ കത്തുണ്ട് കേട്ടാ, അതെന്താന്ന് എനിക്കറിയില്ല. ഒന്ന് നോക്കി നോക്കാം.
ഈ വണ്ടി നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. എൻ്റെ കയ്യിൽ പിന്നെ സ്നൈപ്പർ ഉണ്ട്. നമുക്ക് സ്നൈപ്പറിൻ്റെ സ്കോപ്പ് വെച്ച് നോക്കി നോക്കാം. അവിടെ എന്തോ കത്തുണ്ട്. ഒരു മിനിറ്റ്, ഇതൊരു ബൈക്കാണോ? അവിടെ ഒരു ബൈക്ക് കിടന്ന് കത്തുണ്ട്. നമുക്കപ്പോൾ ആ ബൈക്ക് അങ്ങ് അടിച്ചു മാറ്റാം. മിക്കവാറും അതായിരിക്കും ആ പ്രേതത്തിൻ്റെ ബൈക്ക്. എന്തുട്ടായാലും നമുക്ക് നോക്കി നോക്കാം. നമുക്ക് പിന്നെ അങ്ങോട്ടേക്ക് പതുക്കെ ചെല്ലാം. ആ പ്രേതം എങ്ങാനും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പണിപ്പാളും. പിന്നെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതുകൊണ്ട് നമുക്ക് നോക്കിയും കണ്ട് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ഈ ഭാഗത്ത് പിന്നെ എനിക്ക് ആരെയും കാണാനില്ല ഏട്ടാ. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ ബൈക്ക് ഇങ്ങനെ നൈസായിട്ട് അടിച്ചു മാറ്റാം. ലെറ്റ്സ് ഗോ. ഇതിൽ പിന്നെ തീയൊക്കെ കത്തുണ്ട് കേട്ടാ. ഇത് കാണാനായിട്ട് നല്ല രസമുണ്ട്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാം. ആ പ്രേതം ഇതുവരെയ്ക്കും ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ഈ ബൈക്കിൽ എന്തോ സ്പെഷ്യലായ ഫീച്ചർ ഉണ്ടെന്ന്. അതെന്താന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ മുമ്പിൽ ഒരു ലംബോർഗിനി ഉണ്ട്. ഞാൻ അതുമ്മ കൊണ്ട് ഇടിച്ചു. ഇതേ കണ്ടില്ലേ, ആ കാറ് പൊട്ടിത്തെറിച്ചു. ഇതേപോലെ ഏത് വണ്ടിമ്മ കൊണ്ട് ഇടിച്ചാലും ആ വണ്ടി പൊട്ടിത്തെറിക്കും. അതാണ് ഈ ബൈക്കിൻ്റെ സ്പെഷ്യലായ ഫീച്ചർ. എന്തിട്ടായാലും സംഭവം കുഴപ്പമില്ല കേട്ടാ. നൈസായിട്ടുണ്ട്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഓക്കെ ഗേസ്, ഇവിടെ ഇപ്പോൾ നമുക്ക് നൈസായിട്ട് പണി കിട്ടിയേക്കാണ് കേട്ടാ. അത് വേറൊന്നുമല്ല, എൻ്റെ ബൈക്ക് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് കാണാനില്ല. ഞാൻ ഈ ജുറാസിക് പാർക്ക് മൊത്തം നോക്കി. എൻ്റെ ബൈക്ക് ഈ ജുറാസിക് പാർക്കിൻ്റെ അകത്ത് കാണാനില്ല. എന്നാലും എൻ്റെ ബൈക്ക് ആരാ അടിച്ചു മാറ്റിയേ? അതെനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. എൻ്റെ ബൈക്ക് അടിച്ചു മാറ്റാനായിട്ട് ഈ സിറ്റിയിൽ ആർക്കണാവോ ധൈര്യമുള്ളത്? എന്തിട്ടായാലും ഞാൻ അവനെ വെറുതെ ഇടാൻ പോണില്ല. ഒരിക്കൽ എൻ്റെ കയ്യിൽ കിട്ടിയാൽ മതി. പിന്നെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും. നോക്കിക്കോ. ഓക്കെ ഗേസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.